ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ചേർത്തിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ്. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ ചിക്കൻ വെച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്കുള്ള അളവാണ് പറയുന്നത്. ഞാനിവിടെ ഒരു 10 അല്ലി വെളുത്തുള്ളി മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ ഈ വലുപ്പത്തിലുള്ളൊരു ഇഞ്ചിയുടെ കഷ്ണം, ഒരു 4 തണ്ട് കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കറിവേപ്പില അരച്ചിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെരുംജീരകം, അതായത് വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. 3 വലിയ സ്പൂണാണ് കേട്ടോ. തൈര് ചേർക്കുമ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. ഇതിലേക്ക് 2 വലിയ സ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മുടെ ചിക്കൻ ഫ്രൈക്ക് നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ്. സാധാരണ മുളക് പൊടിയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ മതിയാകും. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. വേണമെങ്കിൽ വെള്ളം കൂടെ ചേർക്കാം കേട്ടോ. ഞാനിവിടെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇനി ഇത് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ബോൺലെസ് ഒന്നല്ല, എല്ലുള്ള കഷ്ണങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇതിലേക്കൊരു മീഡിയം സൈസിലുള്ള നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ ക്രഷ് ചെയ്തെടുത്ത ഉണക്കമുളക് ചേർത്തിട്ടുണ്ട്, അതായത് ചില്ലി ഫ്ലേക്സ്. 1 ടീസ്പൂൺ വെളുത്ത എള്ളും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം. ഞാനിവിടെ ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ കടലമാവാണ് കേട്ടോ. സാധാരണ നമ്മൾ ചിക്കൻ പൊരിക്കുമ്പോൾ കടലമാവൊന്നും ചേർക്കാറില്ലല്ലോ. പിന്നെ ഈ ചിക്കൻ പൊരിക്കുമ്പോൾ കടലമാവൊന്ന് ചേർത്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. എന്നിട്ട് നമുക്കിത് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് 1/2 മണിക്കൂർ നേരം ഫ്രീസറിലോ, പുറത്താണെങ്കിൽ 1 മണിക്കൂറെങ്കിലും കുറഞ്ഞത് വെക്കാം കേട്ടോ. എന്നിട്ട് നല്ല ചൂടുള്ള എണ്ണയിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കടലമാവ് ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. നല്ല ടേസ്റ്റാണ്, ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് കോരിയിട്ടുണ്ട്. കണ്ടോ, കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്